ഇന്ന് നമ്മൾ പട്ടായ ലാസ്റ്റ് ദിവസമാണ്. അപ്പം വന്നിട്ട് നമ്മൾ 4 ദിവസമായി. ഇന്ന് റൂം വെക്കേറ്റ് ചെയ്യണം. വെക്കേറ്റ് ചെയ്ത് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വേണം, ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്നാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ നമുക്ക് ബാഗ് പാക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാണ്. ഇനി നമ്മൾ ബാങ്കോക്കിലാണ്. ഇന്ന് നൈറ്റ് ബാങ്കോക്കിലാണ്. അപ്പോൾ ഞങ്ങൾ വീട്ട പറയുകയാണ് പട്ടായ സിറ്റി. അതുപോലെ ഇന്നും ചോറും വെജിറ്റബിളും സൂപ്പും അതൊക്കെ ഉച്ചയ്ക്ക് ചോറുമ്പോൾ കൂട്ടുന്ന സാധനങ്ങളൊക്കെ കൂട്ടിയിട്ട് പിന്നെ ആകെയുള്ള അത് കുഴപ്പമില്ല. ബുൾസൈ വെജും കുഴപ്പമില്ല, ബ്രെഡും കുഴപ്പമില്ല. ബ്രെഡ് പോയി പാട്ട് കിട്ടാൻ ആൾ റെഡി ആയി നിൽക്കുന്നുണ്ട്. ബസ് ബ്ലൂടൂത്ത് കണക്റ്റാക്കി വന്നു. അപ്പോൾ പട്ടായ സിറ്റിന്ന് ഞങ്ങൾ ബൈ പറയാണ്. ഇവിടെ നമ്മൾ യാത്ര പറഞ്ഞു. എല്ലാ ബസ്സും കയറി അവിടെ വെക്കുന്നത് ജെയിംസ് ഗാലറിയാണ്. കാണാൻ പോകണം. നമ്മളെ സ്കൈ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. അതാണത്. നല്ല തിരക്ക്, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. മോർണിംഗ് ഫസ്റ്റ് ഷോ ആണ് നമ്മൾ വരുന്നത്. എല്ലാ പ്രാവശ്യത്തെ പോലെ കയ്യിൽ 5. താങ്ക് യു. നമ്മുടെ നാട്ടിൽ പൂജയ്ക്കൊക്കെ വെച്ച് കൊടുക്കുന്ന പോലെ ഇവിടെ മുട്ട ഒക്കെ സാധനമൊക്കെ കൈയൊക്കെ വെച്ച് കൊടുക്കുന്നത് അറിയില്ല. തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ വന്നപ്പോഴേ അവിടെ കുത്തി തിരികിയിട്ടൊരു മാനേഴ്സിലൊക്കെ പറഞ്ഞു തമാശ. അപ്പോൾ ഞങ്ങളും ട്രെയിനിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ യാത്ര ചെയ്യുന്നത് ഇത്ര ഇവിടെ പോവാട്ടോ. ഇരുട്ടാവണം. എന്താ ഗുഹയിലുള്ളിലാന്നൊക്കെ കേട്ടോ നമ്മള്. ഒറിജിനല്ലോ പ്രൊജക്റ്റാണ്. കണ്ടോ റിങ്ങുകളൊന്നും. എൻ്റെ തൊലി ഉണ്ടാക്കിയ ബാഗ് 30,000 ബാത്ത്. ബെൽറ്റ് വരെ 5,500 ബാത്ത്. റൈറ്റ് 2,65,000 ബാത്ത്. ഇതാണ് ഹോങ്കോങ് സിറ്റി. നമ്മളിപ്പോൾ ഇവിടെ 2 ടെമ്പിൾ നമുക്ക് കാണാണ്ട്. അതിൽ ഫസ്റ്റ് ടെമ്പിളിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ഇത് നമ്മൾ ചൈന സിനിമയിൽ കാണുന്ന പോലുള്ള ടെമ്പിൾ. ഇപ്പോൾ ബുദ്ധ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ക്യാമറ എടുക്കാൻ അലൗഡ് ആണോ എന്നറിയില്ല. എന്തായാലും നോക്കട്ടെ. പ്രാർത്ഥനാ ഹാളുകളാണ് ഇതൊക്കെ കേട്ടോ. അമ്പലം ഡിസൈനും കാര്യങ്ങളൊക്കെ അടിപൊളി. നമ്മളിപ്പോൾ ഉള്ളത് ഗോൾഡൻ ടെമ്പിളിലാട്ടോ. ഇവിടെ 5000 kg ബുദ്ധൻ്റെ ഒരു ബിംബുണ്ടെന്നാണ് പറയണത്. നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ പോയി നോക്കാം. 5000 കിലോ, 5000 kg ബുദ്ധൻ്റെ നല്ല ലൈറ്റ് സൗകര്യം ഉണ്ടാക്കും.
ഇവിടെ നമ്മൾ ഇവിടുന്ന് വാങ്ങിയിട്ട് ഇത് എന്തോ തോതിടുന്ന എന്തോ സംഭവമാണ് ഇവിടെ നിന്ന് കിട്ടും. ഇതിൻ്റെ നോൺ ടെക്സിനൊക്കെ മധുരമുള്ള ഓംപ്ലേറ്റ് ഒരു 10 ടേസ്റ്റ് അല്ലേ? കുഴപ്പമില്ലല്ലോ. നമ്മൾ വേറെ ഒന്ന് കഴിക്കട്ടോ. നമ്മുടെ ബസ്സിൽ ടോയ്ലറ്റ് സൗകര്യം ഉണ്ട്. ഞാൻ ഈ ടോയ്ലറ്റിൽ ബസ്സിൽ കയറിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ടോയ്ലറ്റിൻ്റെ. അപ്പോൾ ബസ്സിലെ ടോയ്ലറ്റ് സൗകര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓപ്പൺ ലൈറ്റ് ഉണ്ട് ചെറുത്. പക്ഷേ ടിഷ്യൂ പേപ്പർ വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ. ഒരാൾക്ക് ഞാൻ കഷ്ടിച്ചിരിക്കാം. ഞാനത് ആദ്യമായിട്ട് കാണാണ്. ഇത് ഞാൻ വീഡിയോസിൽ കണ്ടിട്ടുള്ളൂ. ലൈറ്റ് ഓഫ് സ്റ്റെപ്പ് ഇതുവഴി തന്നെ പുറത്തേക്ക് ഇറങ്ങാം. പുറത്തേക്ക് ഇറങ്ങുന്ന സൗകര്യമുണ്ട്. ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ ഇന്നത്തേക്ക് 4ാമത്തെ ദിവസമാണ്. 4 ദിവസമായിട്ട് ഒരു ഓണടീൻ്റെ സൗണ്ട് ഞാൻ ഈ രാജ്യത്ത് നിന്ന് കേട്ടിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഉണ്ടാവും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും വണ്ടി. എല്ലാ വണ്ടി നല്ല ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും. ഒരു ഹോണോ ഒരു അർജൻറ്റോ ആർക്കുമില്ല. എല്ലാവരും ഒരുപോലെ യാത്ര ചെയ്യണം. എല്ലാ വണ്ടിയും ആ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ യാത്ര ചെയ്യണ ഈ വണ്ടി പോകും. ഈ വണ്ടി കൊണ്ട് നമുക്ക് ഡിസ്റ്റൻസ് ഉണ്ടാവും. ഈ ഡിസ്റ്റൻസിനുള്ളിലേക്ക് വേറൊരു വണ്ടികളും നമ്മുടെ നാട്ടിലേക്ക് ഇറുകി കയറുന്ന മറ്റ് ചെയ്യൂല. ആ ഡിസ്റ്റൻസിൽ അങ്ങനെ പോകും. പിന്നെ ആക്സിഡൻറ്റ് കാര്യങ്ങൾ ഇവിടെ ഇല്ല. പിന്നെ ഞങ്ങൾ സഞ്ചരിച്ചിട്ട് ഈ വണ്ടി ഒരു ഷട്ടർ ബ്രേക്ക് ഇതുവരെ ഇട്ടിട്ടില്ല. 4 ദിവസമായിട്ട് വണ്ടി തന്നെ ഷട്ടർ ബ്രേക്ക് ഇട്ടിട്ടില്ല. ഇന്ന് 4ാം ദിവസമായി. ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന ഹോട്ടലാണ് കേട്ടോ. ഇവിടെ പാർക്കിംഗ് സൗകര്യം കുറവാണ് ബസ് വെക്കുക. അപ്പോൾ ചെറിയ വാഹനങ്ങൾക്ക് മാത്രമേ പാർക്ക് സൗകര്യം. അപ്പോൾ ഞങ്ങൾ വണ്ടി ഇവിടെ ലഗേജ് എടുക്കാൻ വേണ്ടി മാത്രം ജസ്റ്റ് സ്റ്റേ കഴിഞ്ഞ് വേണ്ടിയിട്ട് പോകും. നമ്മളെല്ലാവരും ഇറങ്ങാണ്. ലഗേജ് എടുക്കാം. ഡ്രൈവർ ഓപ്പൺ ആക്കി ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ റൂമിലേക്ക് പോകട്ടോ. ഇവിടുന്ന് ഫുഡ് കഴിക്കുന്ന ആദ്യം സമയം 4 മണി. ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് ഇവിടെ ഫുഡ് കഴിക്കാൻ ഓർഡർ. നമ്മുടെ റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് ഭക്ഷണം കഴിച്ചിട്ട് പോകണം. അപ്പോൾ ബാഗൊക്കെ പുറത്തിറങ്ങിയിട്ട് ഇതാ ഹോട്ടലിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ പോകണം. അപ്പോൾ നമ്മുടെ ബാഗ് കൂടെ വെക്കണം. അപ്പോൾ എൻ്റെ ബാഗും സേഫായി ഇവിടെ വെച്ചിട്ട് ഫുള്ള് ഇന്ത്യൻ ഹോട്ടലുകളാണ് കേട്ടോ. ശ്രീ വൃന്ദാവൻ ഇന്ത്യക്കാർ കൂടുതൽ വരുന്നുണ്ടായിരിക്കും. ഇതാണ് ഇവിടുത്തെ ഓട്ടോറിക്ഷ കണ്ടു. ടാക്സി ഓടണമാണോ എന്താ അറിയില്ല. ഓട്ടോറിക്ഷ ഈ ഇറകളിലെ ഇതാണ് ഇന്ത്യൻ എക്സ്പ്രസ് ഹോട്ടൽ. നമ്മൾ കഴിക്കാൻ പോണ ഹോട്ടൽ. ടൈം 4:30-5 മണിയായിട്ടുണ്ട്. ഉച്ചക്കത്തെ ഫുഡ് നമ്മൾ കഴിക്കാൻ പോണത്. നമ്മൾ വെൽക്കം ചെയ്യാൻ നിൽക്കുന്നുണ്ട്. നമസ്കാരം. ഫുഡ് ഇവിടെ ഒക്കെ ശരിയാക്കി എല്ലാം കൂട്ടി നമുക്കിവിടെ ഇരിക്കാം. പാസ്പോർട്ട് കൊടുക്കണം. ഓരോ ആൾക്കും പാസ്പോർട്ട് കൊടുക്കണം. അവരെ കോപ്പി ചെയ്യും. പൈസ എന്നിട്ട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ ഹോട്ടലും ഉണ്ട്. റിസപ്ഷൻ നമ്മൾ വൈഫൈ ആദ്യം കണക്ട് ചെയ്യട്ടെ. പാസ്പോർട്ട് കയറുമ്പോൾ തിരിച്ചു കൊടുക്കും കേട്ടോ. പ്രശാന്ത് അവിടെയൊക്കെ എന്താ നമ്മൾ 2 പാസ്പോർട്ട് പോയിട്ട് നമ്മൾ ഈ റൂമിലേക്ക് പോകണം.
നമ്മൾ 4ാമത്തെ ദിവസം എടുത്ത റൂമിലേക്ക് പോകട്ടെ. അപ്പോൾ റൂമുകളൊന്ന് കാണിച്ചു തരാം. നമ്മളെ റൂം 307 ക്ലാസ്. ഓക്കെ, നമ്മുടെ റൂം ഇതാണ്. ഓ, ഇത് അവിടുത്തെ പോലെ കിട്ടോ ചേട്ടാ? ഇത് ഒറ്റൊരു ഇതാണ്. ബാൽക്കണി എന്തെങ്കിലും ഉണ്ടോ? ഒരു ബാൽക്കണി. ഓ വാവ്, സ്മോൾ ഏരിയ, സ്മോൾ ഹൈവേ. നമ്മൾ വന്നില്ലേ ആ റോഡാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. സെൻട്രൽ AC ആണ്. നമ്പർ ഇൻകം കംപ്ലൈൻറ്റ് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ബാത്റൂമിൻ്റെ അവസ്ഥ എന്താ? ബാത്റൂം പഴയ മോഡല്. അത് ഷാമ്പു, പിന്നെ ഹാൻഡിലർ കാര്യങ്ങൾ, കൊട. പിന്നെ നമുക്ക് സേഫ്റ്റി ലോക്ക് ഉണ്ട്. നല്ല സെറ്റപ്പുണ്ട്. ചെരുപ്പ്, ഉള്ളിലുള്ള ചെരുപ്പ്, ബാത്റൂമിലുള്ള ചെരുപ്പ് എല്ലാം ഉണ്ട്. ടീ വാസ് സെറ്റ്. ഇവിടെ ബാങ്കോക്ക് ചൈന മാർക്കറ്റിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചോണ്ട് ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ റേറ്റ് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയിലെ അതേ സെയിം റേറ്റിന് അവിടെ. പേരിൽ ചൈന മാർക്കറ്റിൽ നിന്നാണ് ഒരുപാട് ആൾക്കാർ സാധനങ്ങൾ വാങ്ങി പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് സെയിം റേറ്റായിട്ട് തോന്നിയല്ലോ. ഞങ്ങൾ ഏകദേശം കടകളൊക്കെ പോയി അന്വേഷിച്ചു. സെയിം റേറ്റാണ്. ഈ മണമാണ് സഹിച്ചല്ലേ? അപ്പോൾ ഇവിടുന്ന് വരുന്ന മണം, ഈ മണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് ഉണ്ടാകുമ്പോൾ കുറേ സ്മെല്ല് കൂടുന്നുണ്ട്. ഞാൻ മലപ്പുറം കത്തി ഷോപ്പിൽ വന്നിട്ട് ചൈന ടൗൺ കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് കറങ്ങി. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഡിസ്പ്ലേ കുറച്ച് ടൗൺ കൂടുതലാണ്. ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ടൗണാണ്. പിന്നെ പോയത് ചൈന ടൗണാണ്. ചൈന ടൗണിൽ വലിയ റേറ്റ് വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ ഇന്ത്യയിലിടുന്ന അതേ സെയിം റേറ്റ് തന്നെ. പിന്നെ നാട്ടിൽ നിന്ന് വാങ്ങൽ നല്ലത്.